കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പ്രശ്നക്കാരനായ കാട്ടാൻ ഒറ്റയാനാണ് ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ആനയെ നിരീക്ഷിക്കുന്ന സംഘം മേഖലയിൽ തുടരുന്നതിനിടയിലായിരുന്നു ആനയെത്തിയത്. ഇതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആന ജനവാസ മേഖലയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഒറ്റയാനെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ദൗത്യം തുടരുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി വീണ്ടും ആന എത്തിയത്. വനമന്ത്രി അടക്കം ഇന്നലെ മേഖലയിൽ സന്ദർശനം നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. ആനയെ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ കാര്യമായി നടക്കുന്നുണ്ടായിരുന്നു. മന്ത്രി വരെ അവിടെ വന്നതാണ്. മാധ്യമങ്ങളോടൊക്കെ മന്ത്രിയും സംസാരിച്ചാണ്. നടപടികളൊക്കെ ഉദ്യോഗസ്ഥർ കടന്നിരുന്നു. പക്ഷേ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. എന്താണ് അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? മായ, തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയും മാധ്യമങ്ങളെല്ലാം നിർദ്ദേശിച്ച പ്രകാരം മന്ത്രി മാധ്യമങ്ങളോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയും ചെയ്തത്. അവിടെ സന്ദർശിക്കുകയും ഈ ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ആന അങ്ങോട്ട് എത്തുന്നതിൻ്റെ ഭീകരാവസ്ഥ മന്ത്രി മനസ്സിലാക്കുകയും അത് കൃത്യമായി അതിൽ നടപടി സ്വീകരിക്കുമെന്ന് അവിടുത്തെ നാട്ടുകാരോടും അവിടുത്തെ പ്രദേശവാസികളോടും മന്ത്രി പറയുകയും ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ ഡ്രോൺ സംഘമടക്കം അവിടെ എത്തുകയും വിന്യസിക്കുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും ആനയെ ലൊക്കേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് കാട് കയറ്റാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. ഇത്രയും ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കെ, ക്യാമറ സംവിധാനങ്ങൾ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഈ ഒരു ആന ഈ ഒരു ജനവാസ മേഖലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിബിഡമായ ഒരു പ്രദേശം, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് ആന എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രദേശത്ത് കാടുണ്ട്. പക്ഷേ ഈ ഇത്രയും ജനവാസ മേഖലയിലേക്കൊന്നും കുതിരാൻ പോലെയുള്ള ഒരു സ്ഥലത്ത് വന്യമൃഗങ്ങൾ എത്താറില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഒറ്റയാൻ, ഒരു കാട്ടുകൊമ്പൻ ഈ ഒരു പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇത് വെറുതെ ഒരു ആന വന്നു പോകുന്നതല്ല. ഈ ആന ഒറ്റയാനാണ്. മാത്രമല്ല ഇത് അക്രമകാരിയായ ആനയാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ സ്വത്തിനും ജീവനും വരെ ഭീഷണിയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടെ ഭയം അല്ലെങ്കിൽ അവരുടെ രോഷം, അവരുടെ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ആനയെ കാട് കയറ്റുക എന്നുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ വനംവകുപ്പിന് മുന്നിലുള്ളത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും. അതിനുവേണ്ടി വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ അടക്കം എത്തിച്ച ഈ ആനയെ പിടികൂടാൻ അല്ലെങ്കിൽ ആനയെ കാട് കയറ്റാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാകും. ഇനി മയക്കുവെടി വെക്കണമെങ്കിൽ അതിനുള്ള സംവിധാനവും നോക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടത് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഡ്രോൺ സംവിധാനമുണ്ട്. ക്യാമറകൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആനയെ ലൊക്കേറ്റ് ചെയ്താൽ എവിടെയാണ് ആന ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ മറ്റു നടപടികളിലേക്ക് കിടക്കുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഒറ്റയാൻ ജനവാസ മേഖലയിൽ ഏറ്റവും ഒടുവിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അത് എവിടെയൊക്കെയാണ്? എന്താണ് വിവരങ്ങൾ? അതായത് ഈ കുതിരാൻ പ്രദേശത്തുള്ള ഒരു ക്ഷേത്ര പരിസരമാണ്. ആ ഒരു ക്ഷേത്രമുണ്ട്. അതിനപ്പുറത്തേക്ക് കുറച്ച് തരിശായ ഭൂമികളുണ്ട്. ഈ തരിശായ ഭൂമികൾക്കപ്പുറം മുഴുവൻ വനപ്രദേശമാണ്. ഈ ക്ഷേത്രത്തിൻ്റെയും തരിശു ഭൂമിയുടെ ഇപ്പുറത്താണ് ഈ ഒരു ജനവാസ മേഖല മുഴുവൻ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിരവധി വീടുകളുണ്ട്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഒരു കോളനി പ്രദേശമാണ് അവിടെ. ഈ കാട്ടിൽ നിന്നും ഇറങ്ങുന്ന ആന ഈ ഒരു തരിശു ഭൂമിയും പിന്നിട്ട് ഈ ക്ഷേത്ര പരിസരം വഴിയാണ് നിരന്തരമായി ഈ ഒരു ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. കുതിരാൻ പരിസരം തന്നെയാണ്, ക്ഷേത്ര പരിസരം തന്നെയാണ് ഈ ഒരു പ്രദേശം. അവിടെയാണ് ഈ ഒരു കാട്ടാന നിരന്തരമായി എത്തുന്നത്. ഇതിൽ ആളുകൾ പ്രധാനമായും പറയുന്നത് ഈ കാട്ടാന ഇറങ്ങി വരുന്ന കാട്ടിലുള്ള പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫെൻസിംഗ് പല സ്ഥലത്തും പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തോടുകൂടി കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിന് തിരികെ പോകാൻ സാധിക്കുന്നില്ല. കാരണം തിരികെ പോകാൻ വേണ്ടി മറ്റ് പല സ്ഥലങ്ങളിലും നോക്കുമ്പോൾ അവിടെയെല്ലാം ഫെൻസിംഗ് ഉണ്ട്. ഈ ഫെൻസിംഗ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ച് കാട്ടിലേക്ക് കയറാൻ പറ്റാതെ ഈ ആന ഇവിടെ കുടുങ്ങുകയും ഈ ഒരു ജനവാസ മേഖലയിൽ തമ്പടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് പല സ്ഥലങ്ങളിലും ഫെൻസിംഗ് പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ ചിലയിടങ്ങളിൽ അത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന ആനയ്ക്ക് തിരിച്ച് കയറി പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ എത്തുന്നു. അപ്പോൾ നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് ഇതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. അതായത് എല്ലാ സ്ഥലത്തും ഫെൻസിംഗ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ചിലയിടങ്ങളിൽ മാത്രം പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അത് എല്ലാ പ്രദേശത്തും അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഈ വന്യമൃഗങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല
കാടും നാടും വേർതിരിക്കുന്ന സംവിധാനങ്ങൾ, ഫെൻസിംഗ് ഉൾപ്പെടെ, ട്രെഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും അത് പ്രവർത്തനരഹിതമായി, അത് പ്രവർത്തിക്കാത്ത രീതിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് അത് സജ്ജമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതും കൂടി വനംവകുപ്പിനുണ്ട്. അത് വേണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ഇത്തരം പ്രദേശങ്ങളിലേക്കൊന്നും സാധാരണ രീതിയിൽ വന്യമൃഗങ്ങൾ തന്നെ എത്താത്ത, അതും ഒരു ഒറ്റയാനായ അപകടകാരിയായ കാട്ടാനയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ആളുകളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, വാഹനങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ അവിടെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ വലിയ ഭീതിയിലുമായിരിക്കുന്നത്. എത്രയും വേഗം ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി ഈ വനംവകുപ്പിന്റെ മുന്നിലുള്ള ലക്ഷ്യം. നാട്ടുകാരുടെയും ആവശ്യം അതാണ്. അത് കുങ്കിയാനകൾ എത്തിച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മയക്കുവെടി വെച്ചാണെങ്കിൽ അങ്ങനെ, എങ്ങനെയും ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുക, ആനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റുക എന്നുള്ളൊരു കാര്യമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ എത്രയും വേഗം ഈ ആനയെ ലൊക്കേറ്റ് ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾ രോഷാകുലരാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പോൾ തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്ത് ഒരു ഫോറസ്റ്റ് ജീപ്പ് ആന തകർത്തിട്ടുണ്ട്. വനപാലകരുടെ അടക്കം വാഹനങ്ങൾ ആന തകർത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഫോറസ്റ്റ് വാച്ചർക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റുകയും അയാളുടെ വലതുകാൽ ഒടിഞ്ഞ അയാൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്, നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ ചികിത്സയിലാണ്. ഇത്രയും ആക്രമണകാരിയായ ഒരു കാട്ടാന നിരന്തരം ഈ ഒരു ജനവാസ മേഖലയിൽ എത്തിത്തുടങ്ങിയിട്ടും എന്തുകൊണ്ടാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും വേണ്ട നടപടികൾ എടുക്കാത്തത് എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായും ജനങ്ങൾ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കാട്ടാനയെ തുരത്തുക, അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് മാത്രമാണ് വനംവകുപ്പിന്റെ മുന്നിലുള്ള ലക്ഷ്യം. അത് എത്രയും പെട്ടെന്ന് സ്വീകരിച്ചില്ലെങ്കിൽ സമരമാർഗങ്ങളുമായി മുന്നിട്ടിറങ്ങുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മായ.